ഡ്രൈവിംഗ് പരിശീലനത്തിന് പറ്റിയ ഒരു സ്ഥലം അതേതായിരിക്കും? മൈതാനമെന്നോ വീതിയേറിയ റോഡുകളെന്നോ ഒക്കെ ആയിരിക്കും നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം, അല്ലേ? പക്ഷേ പത്തനംതിട്ടയിൽ അതിന് പറ്റിയ ഒരിടമുണ്ട്. വാ. ഗൗതമി, സീറ്റ് ബെൽറ്റ് ഇട്ടല്ലോ? വണ്ടി ന്യൂട്രലാണോ? ഓക്കെ. ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത്. ഇനി ഗിയർ ലെവറിൽ ഏറ്റവും ഇടത്തേക്ക് പിടിച്ച് നേരെ മേളിലേക്ക് ഫസ്റ്റ് ഗിയർ. ക്ലച്ച് നേരെ അല്പം റിലീസ് ചെയ്ത് അതിനോടനുബന്ധിച്ച് ആക്സിലേറ്റർ മെല്ലെ ചവിട്ടി മുന്നോട്ടെടുത്തോ. അടുത്ത ഗിയറിലേക്ക് പോവാം. ക്ലച്ച് അമർത്തി ചവിട്ടി നമ്മൾ നേരെ ആദ്യം നേരെ മുകളിലേക്ക് ഇട്ടതുപോലെ തന്നെ ഇടതുവശം ചേർത്ത് നേരെ താഴേക്ക് ഇടണം. വളരെ മോശം റോഡല്ലേ, നമുക്ക് നല്ല റോഡിൽ കൂടെ പഠിച്ചൂടെ? ഈ റോഡിൽ നമ്മൾ പഠിച്ചുള്ള രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ടത് മറ്റു വാഹനങ്ങൾ സാധാരണ നിലയിലേക്കാൾ വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് വളരെ സാവധാനം ഗിയറുകൾ മാറി ആക്സിലേറ്റർ കൂട്ടി കുറച്ച് എടുക്കാനുള്ള സൗകര്യം. അതിനുവേണ്ടി തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഊന്നുകൽ ചീക്കനാൽ റോഡ് 3 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ മിക്കയിടത്തുമുണ്ട് പാതാളക്കുഴികൾ. പലയിടത്തും ഇറങ്ങിക്കയറാനുള്ള സൗകര്യവും. 4 വർഷം മുൻപ് റോഡ് നവീകരണം തുടങ്ങിയതാണ്. കാത്തിരുന്നതുപോലെ എത്തി ജൽജീവൻ മിഷൻ. റോഡ് തോണ്ടി പൈപ്പുകളിട്ടു. പണി കഴിഞ്ഞപ്പോൾ കലണ്ടർ 2 മാറി. പണി പുനരാരംഭിക്കാമെന്ന് വെച്ചപ്പോൾ പഴയ നിരക്കിൽ പണി നടക്കില്ലെന്നായി കരാറുകാരൻ. സുഖം തന്നെ. ഇതെന്താ ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ? ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കൊള്ളാവുന്ന റോഡാണ് ഇത്. PWD റോഡാണ്. 3 വർഷം മുമ്പേ ഒരു കോൺട്രാക്ടർ ഇതിൻ്റെ പണി അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ കോൺട്രാക്ട് എടുത്തു. എന്നാൽ വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിലുള്ളൊരു മത്സരം. 1 വർഷം മുമ്പേ ഈ കോൺട്രാക്ടർ ഈ റോഡ് ഉപേക്ഷിച്ചു പോയി. ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ മുഖാന്തരം ഇപ്പോൾ ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി കടന്നു വരത്തില്ല. ഇതുവഴി പോയവർക്കൊക്കെ സന്ധിവേദനയായി. നാട്ടുകാർ ചേർന്ന് ഒരു പൗരാവലി കണക്കെയായി പരാതികൾ നൽകി, കൊടികൾ പിടിച്ചു, മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഗുണം പിടിച്ചില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, നിരവധി സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴിക്കാണ് ഒത്തിരി അപകടങ്ങൾ. ഈ ടാർ റോഡിൽ ചേർന്നാണ് കുഴിയെടുത്തിരിക്കുന്നത്. ആ പള്ളിക്ക് താഴ്വശം 4 അടിയോളം താഴ്ച ഒരു സമയത്തുണ്ടായിരുന്നു. അവിടെ പിന്നെ വീട് പരാതികൾ വന്നപ്പോൾ മിറ്റിലടി നികത്തുമായിരുന്നു. എന്നാൽ ആശ്വാസ വാർത്തയാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും കിട്ടുന്നത്. പാത നവീകരണത്തിന് 4 കോടി രൂപ വകയിരുത്തി, ഭരണാനുമതിയുമായെന്ന്. ഈ PWDക്കാർ പറഞ്ഞ പോലെ റോഡിന്റെ പണി വേഗത്തിൽ പൂർത്തിയാക്കിയാൽ നമ്മൾ ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ വേറെ റോഡ് നോക്കേണ്ടി വരും, ഇല്ലയോ? ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.